വിജയ്, ഈ ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് മതത്തിന്റെ കാര്യത്തിൽ അതിപ്പോൾ സ്വന്തം രാജ്യമില്ലെങ്കിലും വേറെ രാജ്യങ്ങളിലാണെങ്കിലും കുഴുത്തിരുമുണ്ടാക്കാനാണ് അവർ വല്ലാത്ത താല്പര്യമുള്ളത്. ഈ ഇവർക്ക് കമ്മ്യൂണിസ്റ്റ് ഈ മതത്തിൽ ചില സമയത്ത് താല്പര്യം കൂടും. കൂടും. അതായത് ഇവര് അവിശ്വാസികളാണല്ലോ, അതെ. പക്ഷെ അവർക്ക് മതത്തിൽ താല്പര്യം കൂടുന്നതായിട്ട് തോന്നിയിട്ടില്ല ചില സമയത്ത്, ചില തീർച്ചയായിട്ടും. പ്രത്യേക സമയത്ത്. ആ സമയം അത് എപ്പോഴും ഇലക്ഷൻ അടുത്ത് വരും. തിരഞ്ഞെടുപ്പ്. ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ്. അതെ, ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് വരാറായി എന്നുവെച്ചാൽ ഇനി ഒരു 8 മാസമേ ഉള്ളൂ നിയമസഭ തീരാൻ. അതുകൊണ്ടായിരിക്കും സഖാവ് ബേബി, ഞാൻ സഖാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി, അല്ലാതെ നമുക്ക് വേറെ ബന്ധമൊന്നുമില്ല. അദ്ദേഹം എന്താണ് ചെയ്തത്? ജനറൽ സെക്രട്ടറി പറഞ്ഞത് ആചാരമാകാം, അനുഷ്ഠാനമാകാം. അപ്പോഴേ ഈ അങ്ങനെ അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഇവരുടെ ചൈനീസ് പൊയ്യാപ്പിളമാര്, ചൈനീസ് കമ്മ്യൂണിസ്റ്റുകാർ അവരെന്തിനാണ് അവര് പറയുന്ന ആചാരങ്ങളൊക്കെ മുറുകെ പിടിക്കേണ്ടതാണെന്നാണ് പറയുന്നത്. ആചാരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കും. അപ്പൊ ഇവിടുത്തെ അതേ വാദ തന്നെയാണ്. അല്ല, നേരെ തിരിച്ചല്ലേ? തിരിച്ചാണ് ഇവരിവിടെ പിണറായി വിജയൻ പറയുന്നത് ആചാരങ്ങൾ തിരുത്തപ്പെടേണ്ടതാണെന്നാണ്. അല്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിലും പാർട്ടി സെക്രട്ടറി ഇപ്പൊ പറഞ്ഞു, മാറ്റി പറഞ്ഞു. ഇപ്പൊ ഇലക്ഷൻ ആവാറായി, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പോകുന്നതിന്, കുറി തൊടുന്നതിന് കുഴപ്പമില്ല, ഉത്സവ കമ്മിറ്റികൾ. അപ്പൊ അല്ല, ഇത് ഒരു സ്റ്റെപ്പ് മേളിപ്പോയി. ഇവര് പറഞ്ഞ ആചാരങ്ങൾ അതുപോലെ തന്നെ പാലിക്കും. ഉണ്ട്. എന്താ സംഭവം നമുക്ക് പറയാതെ. ദലൈലാമ വിഷയം തീർച്ചയായിട്ടും. അതായത് ദലൈലാമ വിഷയം എന്ന് പറഞ്ഞാൽ, ഈ ദലൈലാമ വിഷയത്തിൽ ചൈനീസ് പാർട്ടിക്ക് എന്താണ് കാര്യം? അതായത് നമ്മൾ പറയാം, ഈ തോന്നക്കൽ പഞ്ചായത്തിൽ കാര്യം അതും പറയാം. ഇതില് ഈ ദലൈലാമ വിഷയത്തിന് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ വിഷയമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇതൊരു സിനിമ പോലെ രസകരമാണ്. അതായത് ഇതിൽ ആഗോള രാഷ്ട്രീയമുണ്ട്, അറിയാലോ. ദലൈലാമ ലോകത്ത് ഉണ്ട്. നമ്മളെ പോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ രാഷ്ട്രീയ നേതാവാണ് കൂടെയാണ് ടിബറ്റിന്റെ. ഇന്ത്യ ചൈന വിഷയം ഇതിനകത്ത് കിടപ്പുണ്ട്. അത് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. രണ്ടാമത്, ഇതൊരു മതപരമായിട്ടുള്ള വിഷയം. മൂന്നാമത്, ഇത് മതപരമായിട്ടുള്ള വിഷയമാണ്. നാലാമത്തത്, ഇതിലൊരു പുനർജന്മ ആയിട്ട് ബന്ധപ്പെട്ട ഒരു എന്താ പറയാ, ഒരു ചടങ്ങും അത്തരത്തിലുള്ള ഒരു ആംഗിളും കൂടെ ഉണ്ട്. ഫാന്റസി എലമെന്റും കൂടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സംഭവമാണിത്. പറയുന്ന ഒരു സംഭവം. അപ്പൊ നമുക്ക് ദലൈലാമ ആരാണെന്ന് നോക്കാം. ദലൈലാമ എന്ന് പറയുന്ന ടിബറ്റൻ ബുദ്ധിസ്റ്റുകളുടെ, ടിബറ്റൻ എന്ന് പറയുന്ന ബുദ്ധിസ്റ്റുകളുടെ രാജ്യമാണ്. ടിബറ്റൻ ബുദ്ധിസ്റ്റുകളുടെ ആത്മീയ രാഷ്ട്രീയ നേതാവാണ് ദലൈലാമ. അപ്പൊ ഇത് പോപ്പിനെ പോലെ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. പക്ഷെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ പുനർജന്മ ഒരു അടിസ്ഥാനത്തിലാണ്. അതായത് ഈ ലാമ പുനർജനിക്കുമെന്നാണ് പറയുന്നത്. അതിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഇപ്പോഴത്തെ ദലൈലാമ എങ്ങനെയാണ് ഇന്ത്യയിൽ വന്നതെന്ന് പറയാം. ഇപ്പോഴത്തെ ദലൈലാമ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ, ഈ ചൈനക്കാർ ഇവരെ വേട്ടയാടി. ടിബറ്റിലുള്ളതാണ് ലാമ എന്ന് പറയുന്നത്. ചൈന ഈ സർക്കാർ, അതായത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വേട്ടയാടിയപ്പോൾ ഇദ്ദേഹം ഇന്ത്യയിലോട്ട് അഭയം തേടി വന്നതാണ്. ഈ ഞായറാഴ്ച ഇദ്ദേഹത്തിന് 90 വയസ്സാകും. അപ്പൊ അതെ, അതുകൊണ്ട് 6 വർഷം ആയി, 6 ദശാബ്ദങ്ങളായി ഇവിടെ വന്നിട്ട്, ഇന്ത്യ വന്നിട്ട്. അതായത് 60 വർഷം മുന്നേ ഇന്ത്യയിൽ വന്നത്. അതെ. അപ്പോൾ 90 വയസ്സായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയെ കണ്ടെത്താനുള്ള. അപ്പൊ ആദ്യം ഇതിനെപ്പറ്റി ദലൈലാമയ്ക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, പിൻഗാമിയെ കണ്ടെത്തുന്നത്. പിൻഗാമി ഇല്ല, ഞാനാണ് അവസാനത്തെ ദലൈലാമ എന്ന് പറഞ്ഞു. ഇനിയൊരു ദലൈലാമ ഇല്ല. റംബോച്ചെ അറിഞ്ഞൂടെ, യോധാ സിനിമയില്ല, അതുപോലെ ഇനിയൊരു പിൻഗാമി ഇല്ല അവസാനത്തെ. ഇതിങ്ങനെ ദലൈലാമ പറയാനുള്ള കാരണമുണ്ട്. അത് ഞാൻ അതിലേക്ക് വരാം. നമുക്ക് സ്റ്റെപ്പ് ആയിട്ട് പോവാം. അതായത് അങ്ങനെ പറഞ്ഞിരുന്ന ദലൈലാമ ഇപ്പൊ നിലപാട് മാറ്റി. ദലൈലാമ പറഞ്ഞു, ഉണ്ടായിരിക്കും എനിക്കൊരു പിൻഗാമി, പക്ഷെ അത് ആദ്യമായിട്ട് അതൊരു സ്ത്രീ ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് ഇനി പുരുഷനായിരിക്കില്ല, സ്ത്രീ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് ഇന്ത്യയിലായിരിക്കും എന്നും പറഞ്ഞു. ഇന്ത്യയിലെ ഹിമാലയ ഒരു ഗ്രാമത്തിൽ നിന്നായിരിക്കും. ഹിമാലയ സാനുക്കളിൽ ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. അതിൽ നിന്ന് ഉള്ള ഒരു ബാലികയായിരിക്കും എന്റെ അടുത്ത ദലൈലാമ എന്ന് പറയുന്നത്. ഈ ദലൈലാമ എന്ന് പറയുന്നത് ഈ പുനർജന്മമാണ്. ഇവരുടെ ആത്മാവ് അടുത്ത കുട്ടിയായിട്ട് ജനിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഇതില് എന്തായാലും അദ്ദേഹം കൃത്യമായ ഇതൊരു മതപരമായിട്ടുള്ള കാര്യം മാത്രമല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് വരുന്നത്. അതിലേക്ക് നമുക്ക് പോകാം. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ഫോളോവേഴ്സ്, വിശ്വാസികൾ എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുകയാണ് ദലൈലാമ ഇനിയും വരും എന്ന്. അപ്പൊ പിന്നെ ദലൈലാമയ്ക്ക് വന്നല്ലേ പറ്റൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ദലൈലാമ ഉറപ്പായിട്ടും വന്നിരിക്കും. സെപ്റ്റംബർ 24, 2011 കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഒരു ഓർഗനൈസേഷൻ, ഗാർഡൻ ഫോഡാങ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഇദ്ദേഹത്തിന്റെ ഈ ദലൈലാമ ട്രസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് തിരഞ്ഞെടുക്കാനുള്ള
അതായത് അടുത്ത ദലൈലാമ തിരഞ്ഞെടുക്കാനുള്ള ഒരു അധികാരവും പൂർണ്ണമായിട്ടും ഈ ട്രസ്റ്റിനാണ്. ഓക്കെ, ഇതിനാണ് ഞാൻ പൂർണ്ണമായ അധികാരം കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പറയുകയും ഇതിന് അവർ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്, അതായത് ഈ തെരച്ചിലുണ്ട് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള അത്തരത്തിലൊരു തെരച്ചിൽ നടത്തി ഇത് അടുത്ത ദലൈലാമയെ കണ്ടുപിടിക്കുന്നത് ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു, അവരുടെ ഉത്തരവാദിത്തമാണെന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യക്കാരിയാണെന്നും പറഞ്ഞിരുന്നു. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒന്ന്, ദലൈലാമ ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും ദലൈലാമ തുടരും. രണ്ടാമത്തത്, ദലൈലാമയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നത് ഈ ട്രസ്റ്റ് ആയിരിക്കും, നേരത്തെ പറഞ്ഞ ട്രസ്റ്റ്. അതല്ലാതെ അതിൽ ഇടപെടാൻ മറ്റാർക്കും അവകാശമില്ല എന്നുള്ളത്. ഇത് 3 കാര്യം, ഈ പറഞ്ഞ കാര്യം മറ്റാർക്കും അവകാശമില്ല എന്ന് പറയുന്നത് ചൈനയെ പറ്റിയാണ്. അതാണ് ഞാൻ ചിരിച്ചത്. കാരണം ചൈനയ്ക്ക് പണി കൊടുത്തു. ചൈനയ്ക്ക് ഈ ഇത് എന്താ പറയുക, സ്റ്റേറ്റ്മെന്റ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവരെന്തിനാ ദലൈലാമ ചാക്കിട്ട് പിടിക്കാൻ ആദ്യം നോക്കിയെന്ന് പറയാം. ദലൈലാമ ഇവർ തിരിച്ച് വിശേഷിപ്പിച്ചത് ചെന്നായ, അതായത് എന്താ പറയുക, ആട്ടിൻ തോലിട്ട ചെന്നായ എന്നാണ് പറയുന്നത്. ടിബറ്റിലെ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവരാണ് അധിനിവേശ ശക്തി ചൈന എന്നിട്ടാ പറയുന്നത്. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ഈ പിൻഗാമിയെ തിരഞ്ഞെടുക്കണം, മനസ്സിലായ? അപ്പൊ ഇതിനകത്ത് അവർ വന്നിട്ട് പറയാണ്, ഈ ദലൈലാമ പറഞ്ഞ കുറച്ച് ആചാരവിരുദ്ധമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അടുത്ത ദലൈലാമ തിരഞ്ഞെടുക്കണമെങ്കിൽ അത് ഈ ടിബറ്റിലോ ചൈനയിലോ തന്നെ ആയിരിക്കണം അതിന്റെ ജനനം, ഇന്ത്യയിലാവാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് ആചാരവിരുദ്ധമാണെന്ന് ആര് പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ പറയുന്നത്. ആചാരവിരുദ്ധം. അതെ, അവര് പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടാണല്ലോ കൊല്ലാൻ നോക്കിയത്. തീർച്ചയായിട്ടും. അപ്പൊ സെൻട്രൽ ഗവൺമെന്റും അവരുടെ ഗവൺമെന്റിന്റെ കീഴില് റിച്വൽസ് ഒക്കെ, കറക്റ്റ് ആചാരങ്ങളും കറക്റ്റ് ചടങ്ങുകളുടെയും ഒക്കെ ആ ഒരു ഇതിൽ വേണം നടത്താൻ എന്നൊക്കെ ആര് പറയാ? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് എടുത്തു പറയണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന. അതാണ് വിഷയം. അവർക്ക് സന്യാസിയിലും പുനർജന്മത്തിലൊക്കെ എനിക്കറിയത്തില്ല ചേട്ടാ, സത്യം പറഞ്ഞ എനിക്കറിഞ്ഞൂടാ. നമ്മളെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ഫാന്റസി അതാ. പക്ഷെ അവരെന്തുകൊണ്ടാണ് ചേട്ടൻ ചോദിച്ച ചോദ്യത്തില് നമുക്ക് ലോജിക്കലി എത്താൻ പറ്റുന്ന ഒരു സാധനം ഇവിടെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതായത് ഇവർ ഒഫീഷ്യലി എത്തിസ്റ്റുകളാണ്, നിരീശ്വരവാദികളാണ്. പിന്നെ ഇവർക്ക് ദലൈലാമയിലുള്ള ഒബ്സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചരിത്രത്തിലേക്ക് പോകേണ്ടി വരും. ടിബറ്റ് എന്ന് പറയുന്ന ഒരിക്കലും ചൈനയായിട്ട് ചേരാത്തൊരു രാജ്യമാണ്. അതായത് പാകിസ്ഥാൻ വിഭിന്നമായതുപോലെ ചൈന എന്ന രാഷ്ട്രത്തിനോട് ഒരിക്കലും ചേരാനായിട്ട് ടിബറ്റ് സമ്മതമല്ലായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? അധിനിവേശ ശക്തിയാക്കി ഇവർ പിടിച്ചെടുത്തു. ചൈന പിടിച്ചെടുത്തു. പക്ഷെ അവിടുത്തെ ലോക്കൽസിന്, ടിബറ്റൻസിന് ഇത് ഇഷ്ടപ്പെട്ടില്ല, അവിടുത്തെ ലോക്കൽസിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പിന്നെ അവരുടെ ഈ മനസ്സ് പിടിച്ചെടുക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഒരു രാഷ്ട്രത്തില് ഒരു നേതാവ്, ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു നേതാവ് ഉണ്ടെന്ന് വെച്ചാൽ, ഒരു ആത്മീയ നേതാവ് ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റി സ്വാധീനിക്കാൻ എളുപ്പമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ വോട്ട് ബാങ്കുകൾ എങ്ങനെയാണ്? കാരണം ഹിന്ദുക്കളൊക്കെ പോയി പറഞ്ഞല്ലേ, അതെ, ഹിന്ദുക്കളെ വോട്ട് പിടിക്കാൻ പാടായത് എന്തുകൊണ്ടാണ്? അവർക്കൊരു നേതാവില്ല, ആത്മീയ നേതാവില്ല, അംഗീകരിക്കത്തില്ല. അത്രേ ഉള്ളൂ. എത്ര പേര് കേൾക്കും? ഒരു സന്യാസി ഉണ്ടെങ്കിൽ ആ സന്യാസി കേൾക്കും. അമൃതാനന്ദമയി എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത്ര നേരെ മറിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടുന്നത് അവരുടെ അങ്ങനെയാണ്, മുസ്ലിം വോട്ടുകളും അങ്ങനെ. അപ്പൊ ഈ ടിബറ്റിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, അവിടെ ആത്മീയ ആചാര്യനുണ്ട്. അപ്പൊ ആത്മീയ ആചാര്യനെ കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ജനങ്ങളെ മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ദലൈലാമയെ കൺട്രോൾ ചെയ്യാൻ ഇവർ ശ്രമിച്ചത്. ദലൈലാമ അവിടുന്ന് സ്കിപ്പ് ആവുന്നത്. ദലൈലാമ പറഞ്ഞു പറ്റൂല, പോയി പണി നോക്കാൻ പറഞ്ഞു. അപ്പൊ കൊല്ലാനുള്ള അല്ല, ഇവരുടെ അജണ്ട ഇറക്കാൻ വേണ്ടി നോക്കിയപ്പോ ദലൈലാമ പറഞ്ഞ് പോയി പണി നോക്കാൻ പറഞ്ഞ് പറ്റൂലെന്ന് പറഞ്ഞപ്പോ കൊല്ലാനുള്ള പരിപാടി ഇട്ടു. അപ്പൊ എന്ത് ചെയ്തു? വധിക്കാനുള്ള പരിപാടി ഇട്ടപ്പോ അവിടുന്ന് ചാടി. അപ്പൊ എന്തായാലും ഈ ഒരു ചടങ്ങ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിയെ ഇവര് ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. അങ്ങനെ ഒരു കുട്ടിയെ കണ്ടെത്തും. അതുപോലെ അങ്ങനെയാണ് ആ കുട്ടിയുടെ കണ്ടെത്തുന്നത്. ഈ കുട്ടിയെ ഇദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റുമോ? ഇദ്ദേഹമല്ല, അവരുടെ ഈ ട്രസ്റ്റാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതുപോലെ 1930 മറ്റോ ഇദ്ദേഹത്തിന് അങ്ങനെ 2 വയസ്സുള്ളപ്പോ കണ്ടെത്തിയതാണ്. 2 വയസ്സുള്ള ബാലനായിരുന്നു അന്ന്. അതെ. അപ്പൊ അതിന്റെ കൂടെ അങ്ങനെ ദിവ്യദർശനമുള്ള ആൾക്കാരുണ്ട്. അതെ. അതില് ഈ രണ്ടാമത്തെ ലീഡറാണ്, ടോപ്പ് ടിബറ്റൻ ലീഡറാണ് ദലൈലാമ. രണ്ടാമത്തെ ലീഡർ പുഞ്ചിൻ ലാമ എന്ന് പറയുന്ന ഒരാൾ. ഈ പുഞ്ചിൻ ലാമ എന്ന് പറഞ്ഞാൽ 11ാമത്തെ പുഞ്ചിൻ ലാമ, അത് അവസാനത്തെ ലാമ. കാരണം എന്താണെന്ന് അറിയാമോ? 6 വയസ്സുള്ള കുട്ടിയായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ അവർ ഐഡന്റിഫൈ ചെയ്തേ ഉള്ളൂ 95-ല്. അതിനെ ചൈന പിടിച്ചോണ്ട് പോയി, ചൈന കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി കൊന്നു കളഞ്ഞു, ചൈന കമ്മ്യൂണിസ്റ്റ് സർക്കാർ. അപ്പോ ഇത്രയും 30 വർഷമായിട്ട് അതിനെ പറ്റി യാതൊരു തെളിവുമില്ല.
അപ്പൊ ഇത്രയും ഒരു എന്താ പറയാ ഒരു ക്രൂരകൃത്യം ചെയ്ത ഈ ടിബറ്റിനെ പിടിച്ചെടുക്കാൻ വേണ്ടി അത്രയ്ക്കും എന്താ പറയുക, അതെ, അങ്ങനെ ചേട്ടൻ പറഞ്ഞ വാക്കിനെ ചെറ്റത്തരം കാണിക്കുന്നവന്മാരാണ്. ഇപ്പൊ അവന്മാർക്ക് പണി കിട്ടിയിരിക്കുകയാണ്. കാരണം ഇന്ത്യയിലായിരിക്കും ഇത് അടുത്തതെന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ടിബറ്റില് 1,00,000 ടിബറ്റൻസ് ഇവിടെ ഉണ്ട്. അതിൽ നിന്ന് സുഖമായിട്ട് അടുത്ത ദലൈലാമയെ അവർ കണ്ടുപിടിക്കാം. ഈ പറഞ്ഞ പോലെ പുനർജന്മം ഒക്കെ വിട്. അടുത്ത ഇവർക്ക് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ എളുപ്പമാണ്. ചൈനയ്ക്ക് ഇനി ടിബറ്റ് നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി നല്ല രീതിയിലുണ്ട്. ഇന്ത്യ ഇതിനൊരു കാരണം. ഇന്ത്യ ഇപ്പൊ മൗനമായിട്ട് നിൽക്കുകയാണ്. കാരണം ഇതിപ്പോ ഇവർ തമ്മിലുള്ള വിഷയമൊക്കെ ആയതുകൊണ്ട്. പക്ഷെ എന്നാലും ഇന്ത്യക്ക് അകത്തൊരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ കാരണം ഇവന്മാർക്ക് പണി കിട്ടി. ടിബറ്റിന് എപ്പോഴും അഭയം കൊടുത്തു. ടിബറ്റ് എന്തായാലും ഇന്ത്യയുടെ കൂടെയാണ്. ഇന്ത്യയാണ് അവര് നല്ല കാര്യമല്ലേ ചെയ്തു കൊടുത്തത്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് എന്തായാലും ചൈന ഒരു വലിയ നാണക്കേടും ഒരു അടിയും തന്നെയാണ് ദലൈലാമ ഇപ്പൊ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇപ്പൊ ദലൈലാമയുടെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ദലൈലാമ അവിടെ ഒന്ന് ചെറുതായിട്ട് ചൂട് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ചൈനയിൽ നിന്ന് ഇൻഡിപെൻഡൻസ് വേണമെന്നാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്, സ്വാതന്ത്ര്യം. ഇപ്പൊ അങ്ങനെ വേണ്ട, ഈ കാശ്മീർക്ക് അനുഭവിച്ചിരുന്ന പോലത്തെ ഒരു പ്രത്യേക സ്റ്റാറ്റസ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു സ്റ്റാറ്റസ് സ്വതന്ത്ര അങ്ങനെ ഒരു സ്റ്റാറ്റസ് എന്ന് ചൈനയുടെ ഭാഗം തന്നെ അങ്ങനെ തന്നാൽ മതി. പക്ഷെ അതിൽ ടിബറ്റൻസിന് അതൃപ്തിയുണ്ട്. അപ്പൊ അദ്ദേഹം അങ്ങനെ നിലപാട് മാറ്റാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല. ഒരുപക്ഷെ ഒരു ഡീലിൽ എത്തിക്കാം. എന്താണെങ്കിലും ചൈനയ്ക്ക് വലിയൊരു അതൃപ്തിയുണ്ട് ഇദ്ദേഹത്തിൽ. ഇന്ത്യയിലാണെന്നുള്ളത് കൊണ്ട് ഇവന്മാരുടെ ഒരു പണി നടക്കുന്നുമില്ല.